ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്താ അപലപിക്കാൻ വാക്ക് കിട്ടുന്നില്ലേ? കാണ്ടാമൃഗം തോറ്റുപോകുമല്ലോ നിങ്ങളുടെ തൊലിക്കെട്ടിയുടെ മുമ്പിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം വികാരിമെത്രാനെ സമ്മർദ്ദത്തിലാക്കിയ സഭാനുകൂലികളുടെ സിനഡാനുകൂലികളുടെ നടപടിയെ അപലപിക്കാൻ മൗണ്ടിലെ PRO, തലശ്ശേരി കൂരിയ മുഴുവൻ പ്രൊക്യുറേറ്റർ, PRO, മാതൃവേദി, എന്തെല്ലാം സൈന്യങ്ങളായിരുന്നു, എത്ര പേരായിരുന്നു. എന്തായിരുന്നു ഈ സിനഡാനുകൂലികൾ, സഭാനുകൂലികൾ ആവശ്യപ്പെട്ടത്? കൂദാശ വിലക്കുള്ള വൈദികരെ കൂദാശ ചെയ്യാൻ അനുവദിക്കരുത്. മെത്രാൻ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന ഞങ്ങൾക്ക് വേണം. ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിനാണ്, അത് ചുറ്റും നിന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടതിന് അവരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ അപലപിക്കാനായിട്ട് സന്നാഹങ്ങളുമായിട്ട് വന്നത്. അതിന് തിരിച്ചടികൾ കിട്ടിയതോടെ എല്ലാ കോണുകളിൽ നിന്നും അവരുടെ ഓരോ വാക്കും വലിച്ചു കീറി ഒട്ടിച്ചതോടെ അവർ വാലും ചുരുട്ടോടി. അപ്പൊ ഈ അപലപിക്കല് തിരിച്ചടിച്ചു. പക്ഷെ ഇന്നലെ കർത്തൃവിരുദ്ധരും സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായ വൈദികര് എറണാകുളം വികാരിമെത്രാനെ തടഞ്ഞു വെക്കുകയും അരമന കയ്യേറുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും പിന്നെ രാത്രി മുഴുവൻ അവിടെ തമ്പടിച്ച് കുടികിടപ്പ് പോലെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തത് ഇവരാരും കണ്ടില്ലേ? ഈ മൗണ്ട് തോമസ് തൊട്ട് തലശ്ശേരി വരെ കിടക്കുന്ന PROമാരും പ്രൊക്യുറേറ്റർമാരും മാതൃജ്യോതിസും മാതൃവേദിയും ഒന്നും കണ്ടില്ലേ? സകല ക്രിസ്ത്യാനികൾക്കും നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് ഒരു വാക്ക് പോലും അപലപിക്കാൻ കിട്ടിയില്ലേ? വൈദികർക്കോ ക്രിസ്ത്യാനികൾക്കോ ചേർന്ന പണിയാണോ അവർ ചെയ്യുന്നത്? തീർന്നില്ല. രാത്രി അവിടെ കിടന്നാലേ ഉറക്കം വരൂ എന്ന് വാശി പിടിച്ചിട്ട് പുലർച്ചയ്ക്ക് പോകാമെന്ന് വാക്ക് കൊടുത്തിട്ടും പോയോ? വാക്ക് പാലിച്ചോ? ഇല്ല. ഉച്ച കഴിഞ്ഞ് 3:30 വരെ അവിടെ ആ വിമത വൈദ്യര് കുത്തിയിരുന്നത് കണ്ടില്ലേ? ഞാൻ വീണ്ടും ചോദിക്കുക, എന്തേ അപലപിക്കാൻ പറ്റിയ വാക്കുകൾ കിട്ടുന്നില്ലേ? അയ്യോ സോറി, തടഞ്ഞു വെച്ചതും മറ്റും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണല്ലോ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ കൂരിയെ മരവിപ്പിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അപലപിക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന നിങ്ങളോട് എന്ത് പറയാൻ? പൗലോസ്ലേഹ ആവശ്യപ്പെട്ടതുപോലെ ജഡസംഹാരത്തിനായി നിങ്ങളെ ഞങ്ങൾ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ഞങ്ങൾ ഈശോയുടെ വാക്കുകൾ ഓർക്കുന്നു. 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ? നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. നിങ്ങൾ കുറെ മെത്രാന്മാരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ? നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് ഈശോ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെ, നിങ്ങളുടെ മൂക്കിന് താഴെ ഇത്തരം കളികൾ നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്കെന്തേ നാണം തോന്നാത്തത്? ആത്മീയ നേതാവ് എന്നറിയപ്പെടേണ്ട ഒരു നിങ്ങളിൽ ഒരുവനാണ് ഇത്രയും നാണം കെട്ട താരം താണ കളികൾ കളിച്ച് നിങ്ങളെയും സഭയെയും മനുഷ്യരെ തന്നെയും നാണം കെടുത്തുന്നത്. നിങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ തോന്നുന്നില്ലേ? ഈ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടതൊന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.